അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. പലവിധ തിരക്കുകളും ടൂറും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടേ നമുക്ക് ഫാമിൻ്റെ കാര്യങ്ങളിലും മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റണില്ല. എന്നിരുന്നാലും പിള്ളേരൊക്കെ വലുതായി വരുന്നുണ്ട്. അങ്ങേറ്റത്തോളം നമ്മുടെ ഇവിടുത്തെ മോള് തന്നെ അതിപ്പോൾ അടുത്ത് തന്നെ ഒരമ്മയായി മാറും. താഴ്ത്തി കിടക്കാൻ രണ്ടുപേര് അവരും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും ഓരോ സമയത്ത് കിട്ടേണ്ട വെയിറ്റൊക്കെ കൃത്യമായിട്ട് കയറി വരുന്നുണ്ട്. പുൽകൃഷി എങ്ങനെ പുല്ല് പറിച്ചാലും നമ്മൾ നട്ട പുല്ല് കയറി വരുന്നതിലേക്ക് മുൻപ് മറ്റേ പുല്ല് കയറി വരുന്നുണ്ട്. കൂട്ടത്തിൽ അത് അരിഞ്ഞെടുക്കും. വളക്കൂറുള്ള മണ്ണായാൽ ഇങ്ങനെ ചില മെച്ചങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓസ്കാർ മീനിൻ്റെ പ്രൊജക്റ്റ് അത് ഏകദേശമൊക്കെ ചെറിയ ശല്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിർത്തി വയ്ക്കേണ്ടി വന്നു. എന്നിരുന്നാലും ടാങ്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മേൽക്കൂര വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇറക്കാം. നമ്മുടെ രാജാറാണി പ്രണയ ജോഡികൾ അവർ തല്ല് പിടിക്കുക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് തല്ല് പിടിക്കുന്നത് ഇവർക്ക് അതിനുള്ള നേരമില്ല. സ്നേഹിക്കാൻ മാത്രമേ ഇവർക്ക് സമയമുള്ളൂന്നേ. ജാക്കിനാണെങ്കിൽ പരമസുഖം കേട്ടോ. ആളിങ്ങനെ ഇത്തിരി മെല്ലിച്ചിരുന്നാലും സംഗതി ഭയങ്കര ഉഷാറാണ്. കളി കഴിഞ്ഞ് വരുമ്പോൾ 2 മുട്ട പിടിക്കും. അതിലൊരു മുട്ട ഇവനുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് സമാനമായി കണ്ട. ഇനി തൊഴുതും പിടിച്ചൊക്കെ നിന്നോളൂ ഇന്നത്തെ ദിവസം. നമ്മുടെ ആട്ടിൻപറ്റങ്ങൾ കണ്ട പേരിനൊരു 2 മേടിച്ചിട്ടതാണ്. അവരിങ്ങനെ പെരുകി അത്യാവശ്യം നല്ല ഉഷാറുള്ള പിള്ളേരായിട്ട് വരുന്നുണ്ട്. അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ. നല്ല തീറ്റ കൊടുത്താൽ മാത്രമേ നല്ല പാല് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോളത്തിട്ട് നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ചോളത്തിൻ്റെ സൈലേജ് കണ്ട. നാട്ടുവിപണിയിൽ കുറച്ച് താറാവിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വിചാരിച്ച് അവരെ പിടിച്ച് ഇവിടെ ഞാൻ ഇടാമെന്ന്. കൂട് ഒഴിഞ്ഞ് ഇറക്കണ്ടായിരുന്നു. എന്തായാലും ഒരു മാസം തേയുമ്പോഴേക്കും താറാമുട്ട ആവശ്യമാരി വന്നു തുടങ്ങും. ആവശ്യക്കാർക്കൊക്കെ വിളിക്കാം കേട്ടോ. കണ്ട, ഇവരൊക്കെ കാലത്തന്നെ പണി തുടങ്ങി. ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ മതി ഒരു ഉണക്കിയും തരും, മുട്ടയും തരും. അതിനൊപ്പം കുഞ്ഞുങ്ങളും കൊണ്ട് കയറി പോന്നോളും. ഇവരുടെ പരിപാടി ഇത്ര മാത്രമേ ഉള്ളൂ. തിന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒച്ചക്കെട്ട് ഇട്ടായിക്കൊണ്ടിരിക്കുക. ഈ ഇഴജന്തുക്കളൊന്നും അടുക്കില്ലേ, അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഇതാണ് നമ്മുടെ ഭാവിയിലെ അമ്മമാർ. ഇവർക്ക് കുറച്ചധികം സ്ഥലം കിട്ടിയപ്പോൾ അതൊക്കെ ചെറിയ തോതിലൊക്കെ കിട്ടി. അപ്പോഴൊക്കെ പിടിച്ചു കണ്ട. ഇവർക്ക് ഉല്ലസിക്കാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തു. മഴക്കാലം വന്നപ്പോൾ വളരെ ചളവുകളായി. പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കന്നാലികൾ അല്ലെങ്കിൽ വളരേണ്ട വെള്ളത്തിലല്ലേ. ഒരു ഫാം നടത്തുമ്പോഴോ നമുക്കൊരു സൈലേജ് ബിറ്റില്ലെങ്കിൽ ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ അത് 2 ബിറ്റായിട്ട് അങ്ങ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം തീരുമ്പോൾ നമുക്ക് ഓരോന്നും എടുക്കാം. അങ്ങനെ ചില മെച്ചങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് തന്നെ ഈ സൈലേജും ചോളത്തട്ടും. അങ്ങനെ തീറ്റ കാര്യത്തിൽ യാതൊരു പ്രശ്നവും വരാറില്ല. ഓൺലൈനിൽ നല്ല സാധനം നോക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഉഷാറാണ്, നമ്മളും ഹാപ്പിയാണ്. ഇവർക്ക് കുറച്ച് പേർക്ക് ഒരു കൊച്ചു കുളം. അപ്പോൾ അതുകൊണ്ട് അവരും സന്തോഷമാണ്. മുട്ട കിട്ടുമ്പോൾ വലിയ ദോഷമില്ല കേട്ടോ. ഫ്രഷായിട്ട് കൊണ്ട് പൊരിച്ചടിക്കാമല്ലോ. നമ്മുടെ മീനിൻ്റെ ബയോഫ്ലോക്ക് ടാങ്കുകളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം അത്യാവശ്യം സബ്സിഡിയൊക്കെ തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. നമ്മുടെ രാജാവ് കൂടി ഉണ്ട് കേട്ടോ. അവനെ കൂട്ടിന് ഇവരൊക്കെ ഈ പിലോപ്പി ആകുമ്പോഴേ എയറേഷൻ ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാണ്. പക്ഷേ എയറേഷൻ ഉണ്ടെങ്കിൽ അവർ വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോരും ചെയ്യും. അത്യാവശ്യം വില കുറവിൽ നല്ല ടേസ്റ്റുള്ള മീൻ കിട്ടും ചെയ്യും. അമ്മമാരുള്ള കുട്ടികൾ കുറച്ച് പേര് കൂടി ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ സെപ്പറേറ്റ് കൂട് കൊടുത്തിട്ടുണ്ട്. ഇനി ശല്യം വേണ്ടല്ലോ, നമുക്ക് തന്നില്ല നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ. ചാണകം ആവശ്യമായി നിറച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പച്ച പിടിച്ച് പോകാൻ പറ്റേണ്ടത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.